Hi friends, welcome back to my channel. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 8 kg ഓർഡർ ഉണ്ടായിരുന്നു ഇന്നലെ. ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ട്ടോ. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്ന ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്ടോ. അപ്പോൾ പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു മോന്റെ. അപ്പോൾ 5 kg 3 ടയറും പിന്നെ ഒരു 2 kg എന്താ പറയുക ഫോട്ടോ പ്രിന്റ് കേക്കും ആയിരുന്നു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. നമ്മളിത് ട്രാവൽ ചെയ്യുമ്പോൾ എന്താ പറയുക ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3-4 ഇറക്കി വെച്ച് കൊടുക്കുക ഫസ്റ്റ് ടയർ കേക്കിൽ. അപ്പോൾ ഇത് വെഞ്ചോ കേക്കാണ്. ഇതൊരു 8 ഇഞ്ചിലാണ് ഞാൻ എന്താ പറയുക ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് 7 ഇഞ്ച്, പിന്നെ വന്നിട്ട് 5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് വേണം. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്യാപ്പ് വരാൻ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടില്ല. 8 ഇഞ്ചും 7 ഇഞ്ചും ആയതുകൊണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ സ്റ്റിക്കൊക്കെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ കേക്ക് നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കണം. അതിന് ശേഷമാണ് എൻ്റെ മോനാണ് ഇപ്പുറത്തുനിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിങ്ങനെ അടുത്ത് നിൽക്കണം ഇങ്ങനെ ഇത് ടയർ ഇങ്ങനെ എന്താ പറയുക സ്റ്റാക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് കണ്ടില്ല, നിങ്ങൾക്ക് ഗ്യാപ്പ് മനസ്സിലാവുന്നത്. ജസ്റ്റ് ഒരു ഗ്യാപ്പേ ഉണ്ടായിട്ടുള്ളൂ, വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. മോനത് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അവൻ പറഞ്ഞു തീരെ ഗ്യാപ്പില്ല എന്ന്. അപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ടുള്ള നമ്മൾ പാൻ സൈസ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 5 ഇഞ്ച് ടയറും കൂടെ നമ്മൾ ലാസ്റ്റ് ടയർ കേക്ക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അവിടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വലിയൊരു ഈ ഒരു സ്റ്റിക്ക് തന്നെ നമ്മൾ മുഴുവനായിട്ട് അങ്ങ് താഴെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് എല്ലാ ടയറും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് അധികം ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇറക്കിയാൽ മതി. അപ്പോൾ സംഭവം അവിടെ ഇവിടെയൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് കളറ് അവിടെ ഇവിടെയൊക്കെ ക്രീം ആക്കി കൊടുത്തിട്ട് പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് വടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ കഴിയും നമുക്ക്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇന്നലെ തന്നെ ഞാൻ ഫോണ്ടൻ്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓവനിൽ ഇത്തിരി നേരം ഓവനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ട്രേ വെച്ചിട്ട് നമുക്ക് അതിൽ വെക്കാം കുറച്ച് നേരം. പിന്നെ അങ്ങനെ തന്നെ അത് ഓഫ് ചെയ്ത് എന്താ പറയുക ഓവനൊക്കെ ഓഫ് ചെയ്ത് ഓവർനൈറ്റ് ഞാൻ ഓവനിൽ തന്നെ വെക്കാറാണ് പതിവ് കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ കുറച്ച് ഫോണിന് കട്ടൊക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാരണം നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കേക്ക് ബേസ് ഇങ്ങനെ എടുക്കുന്തോറും അത് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റാൻഡ് കൊണ്ട് തന്നെ പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലുള്ള കേക്ക് വന്നിട്ട് 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഫോട്ടോ പ്രിൻറ്റും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ നമ്മളൊരു ഡെലിവർ ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ അവർ വരുന്നതിന് മുന്നേ വിളിക്കാൻ പറയാം. ആ ഒരു സമയത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ അവർക്ക് ഡെലിവറി ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കസ്റ്റമർ നമ്മളോട് എന്താ പറയുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് അവർക്ക് കുറച്ച് നേരം ഈ ഒരു ഡെക്കറേഷൻസൊക്കെ നമുക്ക് നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് അത് തണുത്തത് പിന്നെയും നമ്മൾ പുറത്ത് വെക്കുമ്പോൾ ഒന്ന് മെൽട്ടായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ സ്നോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ആദ്യം ഇവരൊരു ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു കളർ കോമ്പിനേഷൻ മാറ്റുണ്ട്. ഇതാണ് അവരുടെ ഡ്രസ്സ് വന്നിട്ട് പീകോക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അത് മാറ്റിയെടുത്ത് ചെയ്തതാണ് അവരുടെ ആ ഒരു ഫോട്ടോയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് അതിന് ശേഷം ഒരു അംബ്രല ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അംബ്രലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു മിക്കി മൗസിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു പേപ്പർ സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ബോൾസ് തെർമോക്കോളിൻ്റെ ബോൾസ് അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ മേലെ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. റെയിൻബോ ഞാൻ വാങ്ങിയതാണ്, ഫോണ്ടൻ്റെ റെയിൻബോ ആണ് കേട്ടോ. ഓക്കെ, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് മേലെ 2. അതിന് ശേഷം നമ്മൾ ഇതിലൊരു ഡോൾ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡോളും കൂടെ നമ്മൾ ഏറ്റവും മേലെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡോളിനെയും കൂടെ ആദ്യം ഒരു എന്താ പറയുക ഒരു സ്റ്റിക്ക് നമ്മൾ ഇറക്കുക. എന്നിട്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക സ്നോ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ
അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവിടെ വിരിച്ചതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ഡോളിനെ വെക്കാമെന്ന് വിചാരിച്ചു. ഡോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ എവിടെയും വെക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ മേലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിക്ക്, അതായത് നമ്മുടെ ടൂത്ത് പിക്ക് പോലത്തെ സ്റ്റിക്കാണ് കേട്ടോ, അത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇറക്കി വെച്ചു. എന്നാൽ സെക്യൂറായിട്ട് ഇരുന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കൂടി നമ്മൾ ഇറക്കി. പിന്നെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുഴുവനായിട്ടുള്ള ഒരു വ്യൂ നമ്മുടെ കേക്കിൻ്റെത് കേട്ടോ. കേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പേര് എഴുതിയിട്ട് ഈ ഒരു സ്നോയിൽ തന്നെ പേര് എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. അത് ഇതിൽ വീഡിയോയിൽ എടുത്തിട്ടുള്ള ലാസ്റ്റിലായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ കേക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ കേക്കിന്. നല്ല വെയിറ്റുള്ള കേക്കാണ് കേട്ടോ. ഇത് വെഞ്ചോ കേക്കാണ്, ഗനാഷിൻ്റെ വെയിറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് കേക്കും ഇതേ കളറിൽ സ്ക്വയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഇതും ഡെലിവർ ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇവർ ഇത്തിരി ഒന്ന് ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഷീറ്റിലായിരിക്കും ഉണ്ടാവുക, അതിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടേ ഉണ്ടാവും. അത് നല്ല കെയറായിട്ട് പറിച്ചെടുക്കണം എന്നില്ലെങ്കിൽ അത് നമ്മുടെ ഇതൊരു ഫോണ്ടൻറ്റ്, അതായത് നമ്മുടെ ഷുഗർ പേസ്റ്റ് ഇല്ലേ, ഫോണ്ടൻറ്റ് എന്ന് പറയും, അതിലാണ് നമ്മളിത് പ്രിൻ്റ് എടുക്കുന്നത്. ഇത് നമുക്ക് കഴിക്കാനും പറ്റും, എഡിബിൾ ആണ് കേട്ടോ. അപ്പോൾ വളരെ എന്താ കെയർ ചെയ്തിട്ട് അതവിടെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ബോർഡറായിട്ട് ഞാൻ കുറച്ച് ഇതേ സെയിം ക്രീം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത് ആ കുട്ടിയുടെ ബർത്ത്ഡേയും ആ ഡേയും എവിടെയാണ് വെച്ച് നടക്കുന്നതെന്നൊക്കെയുള്ള ഒരു നോട്ടീസ് പോലത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലവർ പോലെ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുത്തിട്ട് ഒരു ബോർഡറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. ഞാൻ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ക്രിസ്മസ് കേക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതാണിത്. അംഗൻവാടിയിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, അംഗൻവാടിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഇത് രാവിലെ